റജബ് തൊയ്ബ് എർദോഗാനെ കേന്ദ്രീകരിച്ചുള്ളതാണ് 2 പതിറ്റാണ്ടായി തുർക്കിയുടെ രാഷ്ട്രീയ ചലനം. റഷ്യയിലെ വ്ളാദിമിർ പുടിനെ പോലെ അവർക്കിടയിൽ സമാനതകൾ കുറെ കാണാം. ജനാധിപത്യത്തിലൂടെ എങ്ങനെ തുടർച്ചയായി അധികാരത്തിലെത്താമെന്നും അതെങ്ങനെ സ്വേച്ഛാധികാരമാക്കി മാറ്റാമെന്നും തെളിയിച്ചവർ. രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ ഒരേ കാലത്ത് അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും വിധം സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ ക്രമത്തെ പുനർനിർണയിച്ചവരാണ്. ജനാധിപത്യത്തിലൂടെയാണ് എർദോഗൻ അധികാരത്തിലെത്തുന്നത്. എങ്കിലും അന്നാട്ടിലെ പ്രതിപക്ഷം ആ തെരഞ്ഞെടുപ്പ് രീതിയെ തന്നെ വിമർശിക്കുന്നു. ജനാധിപത്യമില്ലെന്ന് കുറ്റപ്പെടുത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങളും അതേ വിമർശനം ഉന്നയിക്കുന്നു. ആ വിമർശനങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ 20 കൊല്ലത്തിനിടയിൽ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന വിധത്തിൽ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെപ്പോലും എർദോഗൻ തിരുത്തി എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകളും അനുയായികളുടെ ബലവും കൗശലവും എല്ലാം അതിന് ശക്തി പകർന്നു. 3 തവണ പ്രധാനമന്ത്രിയായും അത്രയും പ്രാവശ്യം പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ട എർദോഗാന്റെ ഭരണക്രമത്തിലൂടെ ഒരു എർദോഗനിസം തന്നെ പുതുതായി രൂപപ്പെട്ടു. മൂർച്ചയേറിയ വാക്കുകൾ, കാർക്കശ്യമുള്ള നിലപാടുകൾ, വിമർശകർക്ക് കുറ്റപ്പെടുത്താനും അനുയായികൾക്ക് ആരാധിക്കാനുമുള്ള വകകൾ എർദോഗാൻ എപ്പോഴും നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ മാനിക്കുന്നില്ല എന്നും ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്നു എന്നും രാജ്യത്തു നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുമ്പോഴും വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള വൈകാരിക തലം അദ്ദേഹം സ്വന്തം പാർട്ടി അണികളിലൂടെ സാധ്യമാക്കിയെടുക്കുകയായിരുന്നു. എങ്ങനെയാണ് എർദോഗാൻ ഇത് സാധ്യമായത്? ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പ്രസംഗത്തിൽ മിടുക്കനായിരുന്നു. പിന്നീട് കഴിവ് തെളിയിച്ചത് ഫുട്ബോളിൽ. മർമറ യൂണിവേഴ്സിറ്റിയിലെ സോക്കർ ടീമിൽ മികച്ച പ്ലെയർ. ഇതൊക്കെയായിരുന്നു എർദോഗാന്റെ ചെറുപ്പം. ലെക്മെറ്റിൻ എർബക്കാൻ എന്ന ഇസ്ലാമിസ്റ്റ് പൊളിറ്റീഷ്യനെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതാണ് എർദോഗാന്റെ ജീവിതത്തിലെ ഡ്രാസ്റ്റിക് ചേഞ്ച്. അന്നു മുതൽ തന്നെ എർബക്കാനും രാഷ്ട്രീയവും എർദോഗാന്റെ ജീവിതത്തിൽ നിർണായക സ്വാധീനമായി മാറുന്നു. 1994 വെൽഫെയർ പാർട്ടി ബാനറിൽ ഇസ്താംബുൾ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്താംബുളിലെ ആദ്യത്തെ ഇസ്ലാമിസ്റ്റ് മേയർ. അതുവരെ അവിടെ നിലനിന്നിരുന്ന മതേതര സംവിധാനത്തെ അത് ഉലച്ചു. പാർലമെന്ററി രംഗത്തേക്കുള്ള എർദോഗാന്റെ പ്രവേശനമായിരുന്നു അത്. അദ്ദേഹം തന്ത്രജ്ഞനായിരുന്നു. ഒരു ഉദാഹരണം പറയാം. നഗരമധ്യത്തിൽ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചപ്പോൾ അവിടെ പ്രതിഷേധങ്ങളുണ്ടായി. അദ്ദേഹം അതിന് വഴങ്ങി. പള്ളി പണിയാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ കഫേകളിൽ മദ്യം വിറ്റിരുന്ന ശീലം കർശനമായി നിരോധിച്ചു. എങ്കിലും മേയർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. 1998 കോടതി അദ്ദേഹത്തെ 10 മാസം തടവിന് ശിക്ഷിച്ചു. അതോടെ മേയർ സ്ഥാനത്തു നിന്ന് പുറത്തായി. മതവിദ്വേഷം ഇളക്കിവിട്ട ഒരു കവിത ചൊല്ലിയതായിരുന്നു ജയിൽ ശിക്ഷയ്ക്കുള്ള കുറ്റം. മസ്ജിദുകളെ ബാരക്കുകളോടും മിനാരങ്ങളെ ബയണറ്റുകളോടും വിശ്വാസികളെ സൈന്യത്തോടും ഉപമിച്ചുള്ളതായിരുന്നു ആ കവിത. ശിക്ഷ 4 മാസമേ അനുഭവിക്കേണ്ടി വന്നുള്ളൂ. 1999 ജയിൽ മോചിതനായി. രാഷ്ട്രീയ പരിസരം അതിനിടയിൽ കുഴഞ്ഞു മറിഞ്ഞിരുന്നു. രാഷ്ട്രീയ ഗുരു എർബക്കാന്റെ പാർട്ടിയെ നിരോധിച്ചിരുന്നു. അതിനാൽ അദ്ദേഹവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി എന്ന AKPയുടെ രൂപീകരണത്തിന്റെ ഭാഗമായി, അതിന്റെ നേതാവായി. പാർട്ടി പിന്നീട് തുർക്കിയിൽ അതിശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമായി മാറി. അങ്ങനെ എർദോഗാനും തുർക്കി ഭരണ സംവിധാനത്തിൽ സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങി. 2002 AKPക്ക് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും ആദ്യം എർദോഗാന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. പഴയ കേസിലെ ശിക്ഷാവിധി കാരണമുള്ള അയോഗ്യത തടസ്സമായി. പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായതിനാൽ ഭരണഘടന ഭേദഗതി ചെയ്താണ് പിന്നീട് പ്രധാനമന്ത്രിയായത്. അതിനുശേഷം തുർക്കിയുടെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുന്നതിൽ എർദോഗാൻ സുപ്രധാന ഘടകമായി. പാർട്ടിയിലും രാജ്യത്തും എർദോഗനിസം തന്നെ രൂപപ്പെട്ടു. എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ അദ്ദേഹം പാർട്ടിയെ പരുവപ്പെടുത്തി. രാജ്യത്തെ ഭരണ സംവിധാനം പോലും തന്നിലേക്ക് കേന്ദ്രീകരിച്ചു. അതിനായി ഭരണഘടന പൊളിച്ചെഴുതി. തുടർച്ചയായി 4 തവണ പ്രധാനമന്ത്രിയാകാൻ AKPയിലെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് 2014 അദ്ദേഹം മത്സരിച്ചത് പ്രസിഡന്റ് ആകാനായിരുന്നു. അതിനു മുമ്പ് തന്നെ പ്രസിഡന്റ് പദവിയുടെ ശക്തി കൂട്ടാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനാപരമായി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം തന്നെ പുനഃക്രമീകരിക്കുകയാണ് അതിനായി ചെയ്തത്. മുമ്പ് പ്രസിഡന്റ് പദവി വലിയ അധികാരങ്ങളില്ലാത്ത ആലങ്കാരിക സ്ഥാനമായിരുന്നുവെങ്കിൽ ഈ ഭേദഗതിയിലൂടെ പ്രസിഡന്റിന് കൂടുതൽ അധികാരം ലഭിച്ചു. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടാകണം. അത് തെറ്റിയില്ല. ആദ്യ തിരഞ്ഞെടുപ്പിൽ അനായാസം ജയിച്ചു. പ്രസിഡന്റിന്റെ അധികാരം വിപുലപ്പെടുത്താം എന്ന് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ പക്ഷേ പാളി. അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ എർദോഗാന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമായി. അതിനാൽ വിശാലമായ പ്ലാൻ തൽക്കാലം നടപ്പിലാക്കാനായില്ല. എന്നാൽ 2017 ആ ലക്ഷ്യം സാധ്യമാക്കി. ഭരണഘടന ഭേദഗതി ചെയ്തു. പ്രധാനമന്ത്രി പദം ഇല്ലാതാക്കി. എല്ലാ അധികാരവും പ്രസിഡന്റിൽ കേന്ദ്രീകരിച്ചു. വർഷം 2016.
എർദോഗാനെ പുറത്താക്കാൻ ഒരു അട്ടിമറി ശ്രമമുണ്ടായി. ജൂലൈ 15-ന് സേനയിലെ ഒരു വിഭാഗം അങ്കാറയിലും ഇസ്താംബുളിലും എത്തി പാലവും റോഡും ടെലിവിഷൻ പ്രക്ഷേപണ കേന്ദ്രവും എല്ലാം കീഴടക്കി. എർദോഗാനും AK പാർട്ടിയും രാജ്യത്തെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്യുന്നു എന്നായിരുന്നു അവരുടെ വിമർശനം. എന്നാൽ എർദോഗാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇസ്താംബുളിലേക്ക് പെട്ടെന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്റെ അണികളെ ചേർത്തു നിർത്തി ഈ നീക്കത്തെ പ്രതിരോധിച്ചു. ആ ഏറ്റുമുട്ടലിൽ 300-ലേറെ പേരുടെ ജീവൻ പൊലിഞ്ഞു. അട്ടിമറിയെ അതിജീവിച്ചപ്പോൾ എർദോഗാൻ കൂടുതൽ കർക്കശക്കാരനായി. 10,000-ഓളം പേരെ പട്ടാളക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, അങ്ങനെ സമൂഹത്തിന്റെ പല കോണുകളിലുള്ളവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിൽ കുറെ പേരെ കരുതൽ തടങ്കലിലാക്കി. ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തി സ്വേച്ഛാധികാരത്തിന് തുല്യമായ സമഗ്രാധിപത്യം എങ്ങനെ സാധ്യമാക്കാമെന്ന് തെളിയിക്കുകയായിരുന്നു എർദോഗാൻ. ഒരുപക്ഷെ റഷ്യയിൽ വ്ളാദിമിർ പുടിൻ ചെയ്യുന്നതിന്റെ നേർപതിപ്പ്. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒരേ രീതിയിൽ അവരവരുടെ നാട്ടിലെ അധികാര ഘടനയെ മാറ്റിമറിച്ചവർ എന്ന് എർദോഗാനെയും പുടിനെയും വിശേഷിപ്പിക്കാം. റഷ്യയുമായുള്ള ചങ്ങാത്തത്തിലും ഈ സാമ്യങ്ങളുണ്ട്. പുടിന്റെ റഷ്യയോട് എർദോഗാന് അടുപ്പമുണ്ട്. രാജ്യങ്ങളുടെ നയം എന്നതിനൊപ്പം ഇരുവരും പിന്തുടരുന്ന ശൈലിയിലെ ഈ സമാനത അതിന് കാരണമായേക്കാം. US-ഉമായി ഇണക്കവും പിണക്കവും എർദോഗാൻ കാണിച്ചിട്ടുണ്ട്. US നേതൃത്വം കൊടുക്കുന്ന നാറ്റോ അംഗരാജ്യം തന്നെയാണ് തുർക്കി. ജനാധിപത്യത്തിൽ അമേരിക്ക വിമർശനം ഉന്നയിക്കുന്നത് പോലെ എർദോഗാനും US-നെ സാധ്യമാകുന്ന സന്ദർഭങ്ങളിൽ വിമർശിക്കും. അറബ് രാജ്യങ്ങളോടും ഈ വ്യത്യസ്ത സമീപനം കാണാം. ജമാൽ ഖഷോഗിയുടെ മരണത്തിൽ സൗദിക്കെതിരെ കർശന നിലപാടെടുക്കാത്ത US-നെ എർദോഗാൻ വിമർശിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരായ എർദോഗാന്റെ നിലപാട് എപ്പോഴും ശക്തമായിരുന്നു. 20 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്നതു മുതൽ പലസ്തീനെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്നതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇസ്രായേൽ ഒരു ഭീകര രാജ്യമാണ് എന്നതാണ് കടുത്ത വിമർശനം. ഇസ്രായേലിന്റെ ആക്രമണം മൃഗീയമെന്ന് കുറ്റപ്പെടുത്തി. ഇസ്രായേലിന്റെ പലസ്തീനെതിരായ നീക്കത്തെ അപലപിക്കാത്ത എല്ലാ രാജ്യങ്ങളെയും വിമർശിച്ചു. ഗാസയോടുള്ള സമീപനത്തിൽ US-നെതിരായ എർദോഗാന്റെ വിമർശന സ്വരത്തിനും കടുപ്പം കൂടുതലേ ഉണ്ടായിട്ടുള്ളൂ.